കേരളത്തിന്റെ തെക്കേ അറ്റത്ത് തമിഴ്നാട് സംസ്ഥാന അതിർത്തിയായി വരുന്ന തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര താലൂക്കിൽ പാറശാല ബ്ലോക്ക് പരിധിയിൽ വരുന്ന പ്രകൃതി മനോഹാരിത നിറഞ്ഞ പാറശാല ഗ്രാമപഞ്ചായത്തിൽ പ്രശസ്തമായ പാറശാല ശ്രീ മഹാദേവർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. ദേവന്റെ വലതുഭാഗത്ത് നാലമ്പലത്തിന് മുൻപിലായി യജ്ഞശാലയുള്ള ഏക ക്ഷേത്രമാണിത്. അതിരുദ്ര മഹായജ്ഞം ഉൾപ്പെടെ 11 മഹാരുദ്രയജ്ഞങ്ങൾ നടന്ന പാറശാല മഹാദേവർ ക്ഷേത്രത്തിൽ മേടമാസത്തിലെ തിരുവാതിരയിലാണ് ഉത്സവത്തിന് കൊടിയേറുന്നത്. പറയർ സമുദായക്കാർ കൊണ്ടുവരുന്ന കൊടിയും കൊടിക്കയറും ഓലക്കുടയും സ്വീകരിച്ചതിന് ശേഷമാണ് ക്ഷേത്രത്തിൽ ഉത്സവത്തിന് കൊടിയേറുന്നതെന്ന പ്രത്യേകതയും ഈ ഉത്സവത്തിനുണ്ട്. ചാതുർവർണ്ണ്യവും തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഉണ്ടായിരുന്ന കാലത്ത് പോലും ക്ഷേത്രപ്രവേശനത്തിന് അനുമതിയുണ്ടായിരുന്ന ക്ഷേത്രമെന്ന നിലയിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ദേശീയ ശ്രദ്ധയാകർഷിച്ചിരുന്ന ക്ഷേത്രമാണ് പാറശാല മഹാദേവർ ക്ഷേത്രം. പ്രധാന ശ്രീകോവിലിനുള്ളിൽ മഹാദേവ പ്രതിഷ്ഠയ്ക്ക് പുറത്ത് പിന്നിലായി വേടസ്ത്രീയുടെ ഭാവം സ്ഫുരിക്കുന്ന പാർവതി ദേവിയുടെ പ്രതിഷ്ഠയും കാണാം. മഹാദേവർ അകത്തും പാർവതി ദേവി പുറത്താണെങ്കിലും ശ്രീകോവിലിന് ചുറ്റും പ്രദക്ഷിണം നടത്തി തൊഴുമ്പോൾ രണ്ടുപേർക്കും ഒന്നിച്ച് പ്രദക്ഷിണം വയ്ക്കാൻ സാധിക്കുന്നു. പാറക്കല്ലിൽ തീർത്ത ശ്രീകോവിലും അകത്തളങ്ങളും വാസ്തുശിലാവിദ്യയെ എടുത്തു കാണിക്കുന്നു. പടിഞ്ഞാറ് ദർശനം, പഞ്ചനിവേദ്യം, നിത്യനവകം, 3 ശീവേലി, പാശുപതാസ്ത്രം, പാർത്തന് നൽകി അനുഗ്രഹിക്കുന്ന പ്രതിഷ്ഠാഭാവം എന്നിവയാണ് ഇവിടെ കാണുന്നത്. നെല്ലിമരച്ചുവട്ടിൽ വിഷ്ണു സങ്കല്പം, നാഗരാജാവിൻ്റെയും നാഗകന്യകയുടെയും പ്രതിഷ്ഠകൾ, 3 കുളങ്ങൾ, കുളപ്പുര യക്ഷി തുടങ്ങിയ സവിശേഷതകളും ഇവിടെ കാണാം. പറയർശാല എന്നറിയപ്പെടുന്ന പാറശാലയിൽ മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം മുമ്പ് ഈറകൾ കൊണ്ട് നിറഞ്ഞ ഒരു കാടായിരുന്നു. അവിടെ പറയർ സമുദായത്തിൽപ്പെട്ട ഒരമ്മ പായമുടയുവാൻ ഈറ വെട്ടുവാൻ ആ കാട്ടിലെത്തി. ഈറ വെട്ടുന്നതിനിടയ്ക്ക് ആ കത്തി ഈറകൾക്കിടയിലുണ്ടായിരുന്ന ഒരു കല്ലിൽ തട്ടാനിടയായി. ആ കത്തിയുടെ വക്കിൽ രക്തത്തുള്ളികൾ കണ്ട ആ അമ്മ ആദ്യം വിചാരിച്ചത് തൻ്റെ ദേഹത്തുണ്ടായ മുറിവിൽ നിന്നും വന്ന രക്തമായിരിക്കുമെന്നാണ്. പക്ഷേ തൻ്റെ ദേഹത്ത് ഒരു മുറിവും കാണാൻ കഴിഞ്ഞില്ല. ഒടുവിൽ ആ സ്ഥലം ഒന്നുകൂടി പരിശോധിച്ചപ്പോൾ അവിടെ ഈറകൾക്കിടയിൽ ഒരു കല്ല് ആ അമ്മയ്ക്ക് കാണുവാൻ സാധിച്ചു. സൂക്ഷിച്ചു നോക്കിയ സമയത്ത് രക്തമൊഴുകുന്നത് ആ ശിലയിൽ നിന്നാണെന്നും കണ്ടു. ഉടൻ തന്നെ ഭസ്മവിഭൂഷനായി മഹാദേവൻ ആ അമ്മയുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടുവെന്നും ആ പ്രഭയിൽ ബോധരഹിതയായി വീണ അമ്മയ്ക്ക് മുന്നിൽ ആ ശില ഒരു ശിവലിംഗമായി മാറിയെന്നും ആ ശിവലിംഗമാണ് പാറശാല മഹാദേവ ക്ഷേത്രത്തിൽ പൂജിക്കുന്നതെന്നാണ് ഐതിഹ്യം.